ഗൃഹപ്പിഴ. ഞാൻ ഇന്നിപ്പോൾ എന്ത് വിഷയത്തെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ ഞാൻ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അന്ന് ഇഞ്ചക്ഷൻ്റെ മുന്നേ ഉണ്ടായിരുന്നൊരു ചെയ്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് ഗൃഹപ്പിഴ. 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ വീഡിയോ ആണ്. എന്ത് പറയണം, ഏത് പറയണം എന്നൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് പണ്ടത്തെ പോലെ തന്നെ, എന്താ പറയുക, വല്ലഭനും പുല്ലും ആയതെന്ന് പറഞ്ഞ പോലെ. പിന്നെ വേറൊരു ചൊല്ലും കൂടെ ഉണ്ടല്ലോ, പാണന് ഒരു ഇങ്ങനെ എന്തൊരു ചൊല്ലും കൂടെ ഉണ്ട്. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. അതിൽ എന്തെങ്കിലും തെറ്റുകൾ ചിലപ്പോൾ പണ്ട് ചെയ്ത് വെച്ചതിൽ തെറ്റുണ്ടാവാം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തെറ്റുണ്ടാവാം. സഹിച്ചോ, കാണുന്നവരൊക്കെ സഹിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായിട്ടുള്ള ആരുമില്ല. അപ്പൊ അതായത് നമ്മുടെ ഒരു പഴയ ഫോണാട്ടോ. ഈ ഫോണ് ഞാൻ പുതിയത് വാങ്ങിയതാണ്. പഴയ ഫോണാണെങ്കിലും ഇത് പുതിയത് വാങ്ങിയത്. പക്ഷെ ഇതിന് സത്യം പറഞ്ഞാൽ അന്ന് ഇത്തിരി ചില്ലറ പൈസ ആയിട്ടുള്ളൂ. അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ടച്ച് ഫോണുകളിൽ ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടം. എന്താന്ന് വെച്ചാല് ഏത് ടച്ച് ഫോൺ അന്ന് മേടിച്ചാലും അത് കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവുക. അത് എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അന്ന് ഏത് കാലത്ത് ഫോണുകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്ന് വാങ്ങും, അന്നൊന്നും ആരുടെയും കയ്യിൽ ഫോൺ പോലും ഇല്ല. അപ്പോൾ ഇത് കംപ്ലൈന്റ് ആവുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ഫോൺ വാങ്ങി. അപ്പോൾ ഗൃഹപ്പിഴയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ വീടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് അന്തരീക്ഷം പ്രശ്നമാണ്, വീടിൻ്റെ നെഗറ്റീവ് എനർജിയാണ്, പ്രോബ്ലമാണ്. വീട് ഇടയ്ക്കിടയ്ക്ക് മാറാനൊന്നും പറ്റില്ല. പക്ഷെ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണെങ്കിൽ പോലും അതിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ ഉയർച്ച തന്നെ. അപ്പം ഞാനിപ്പോൾ വാടകയ്ക്ക് തൃശ്ശൂരുണ്ട്, ഇവിടെ സ്വന്തം വീടുണ്ട്, ഇനി ഒരു 2-3 വാടക വീടും കൂടെ വാങ്ങിക്കണം, നോക്കട്ടെ, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, എവിടെയാണ് ശരിയായ ഡെവലപ്മെന്റ് എന്നുള്ളത് അറിയാൻ പറ്റും. അതിന് എന്താന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കുറേ സംഭവം പറഞ്ഞിട്ടില്ലേ, ദിവ്യബുദ്ധി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞിട്ടില്ലേ. താടിയൊക്കെ വളർത്തി, മുടിയൊക്കെ വളർത്തി, ജഡോധാരി ആവാനൊരു ആഗ്രഹത്തിൽ നോക്കിയതാണ്. അപ്പോഴാണ് കൊണ്ടുപോയിട്ട് നമ്മളെ ബാക്കിയുള്ള ആളുകൾ അവനെന്തോ പ്രോബ്ലം ഉണ്ട്, കാര്യമായ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ആർക്കാ പ്രോബ്ലം എന്നുള്ളത് കാലം തെളിയും. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഗൃഹപ്പിഴയിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലച്ചോറിനെ യൂട്ടിലൈസ് ചെയ്യണം. എൻ്റെ തലച്ചോറിൻ്റെ ഓരോരോ നാഡീ ഞരമ്പുകളിലെയും എനിക്ക് പറ്റുന്ന ഉപകാരങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് പറ്റിയില്ല, കുഴപ്പമില്ല. നാട്ടിലുള്ളവർക്ക് പറ്റിയില്ലേ, അതും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ ഇന്നലെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ പറ്റി പറഞ്ഞു. മീൻസ് നമ്മൾക്ക് വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സേവകരെന്ന് നമ്മളുടെ അടുത്ത ഇത് നമുക്ക് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വേണ്ടത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ്, രാഷ്ട്രീയത്തിൽ ഇപ്പം മന്ത്രിമാര്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം. ഇവരൊക്കെ ഇതേപോലെ ഗൃഹപ്പിഴകളിൽ വിട്ട് കിടക്കുന്നേട്ടോ. ഒരു മന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, അതിന്റെ PA കളായാലും ശരി, എല്ലാവരും ഗൃഹപ്പിഴയിൽ വിട്ടെടുക്കണം. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ ചെറിയ ചെറിയ വികസനങ്ങൾ വരുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തരും ഗൃഹപ്പിഴയിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ നിർത്തും. 5 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പിന്നെ പറയാം. ഞാൻ മുന്നേ ചെയ്തു വെച്ച 3 വീഡിയോ, ഗൃഹപ്പിഴയുടെ 3 വീഡിയോ, സത്യം പറഞ്ഞത് എന്താ തീരാത്തത് ഞാൻ തന്നെ ആലോചിച്ച്. 1 മുക്കാൽ മണിക്കൂർ, ഒന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ്, ഒന്ന് 15 മിനിറ്റ്, ഇത്രയൊക്കെ ലോങ് ആകുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ കേൾക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. ഇപ്പം 4 മിനിറ്റ്. അപ്പൊ സ്പീഡിൽ പറയാൻ തന്നെയാൽ അത് അപ്പത്തെ സാഹചര്യം പോലെ. അപ്പൊ സ്പീഡിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി വ്യക്തമായി പഠിച്ച് ധാരണ ചെയ്ത് വീണ്ടും വീണ്ടും പഠിച്ച് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഇപ്പൊ ഗൃഹപ്പിഴയിൽ പുരുഷനുണ്ട്, വാസ്തു കാര്യങ്ങളുണ്ട്, അളവുകളുണ്ട്. ഈ അളവുകളൊക്കെ കറക്റ്റായാൽ ഒരു മരപ്പൊട്ടൻ എന്ന് തന്നെ പറയാലോ. ഒരു മരപ്പൊട്ടൻ, എന്നെ പോലുള്ള മരപ്പൊട്ടനാണെങ്കിൽ പോലും അവൻ നിൽക്കുന്ന വീടിന്റെ അന്തരീക്ഷം കറക്റ്റ് ആണെങ്കിൽ, അവന്റെ താമസം കറക്റ്റ് ആണെങ്കിൽ അവൻ വിജയിച്ചു കയറും. ഇപ്പം ഞാൻ എല്ലാം കൊണ്ടും തെളിഞ്ഞവനാണെന്ന് ഞാൻ പറയില്ല. അപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ട് മരപ്പൊട്ടനൊന്നുമല്ല. എൻ്റെ ബുദ്ധി വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അത്രയും ബുദ്ധി ഈ ഭൂമിയിൽ വേറെ ആർക്കെങ്കിലും ദൈവം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കത് ചെറുപ്പത്തിൽ തന്നെ ഒരു അപ്പൂപ്പ എന്നോട് പറഞ്ഞാണ്, എടാ മോനെ, നീ ഇവിടെ ജനിക്കേണ്ട ആളേ ഇല്ല. ചെറുപ്പത്തിലിട്ട്
ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ 5 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് എയുടെ വിഷയവുമായിട്ട് പിന്നീട് വരാം. കാണുന്നത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈക്ക് അടിക്കട്ടെ. ലൈക്ക് ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, കണ്ടു പോ.